ക്രിസ്തുമസ് ദിനത്തിൽ സമാധാനത്തിനായി നടത്തിയ ആഹ്വാനത്തിന്റെ പേരിൽ കൽദായ കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കീസായ കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോയ്ക്ക് വധഭീഷണി. കൽദായ കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കീസായ കർദിനാളിനെതിരെ തീവ്രവാദ ഗ്രൂപ്പുകൾ വിചാരണയ്ക്കും വധശിക്ഷയ്ക്കും ആഹ്വാനം ചെയ്തതോടെ ഇറാഖിലെ ക്രൈസ്തവ സമൂഹം കടുത്ത ആശങ്കയിലാണ്. വർഷങ്ങളായുള്ള യുദ്ധങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും ഇറാഖ് സാധാരണ നിലയിലേക്ക് മടങ്ങിവരണമെന്നും ജനങ്ങൾക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആഹ്വാനം ചെയ്യാൻ നോർമലൈസേഷൻ എന്ന പദമാണ് കർദിനാൾ ഉപയോഗിച്ചത്. എന്നാൽ ഇറാഖിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വാക്ക് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനെ കർദിനാൾ അനുകൂലിച്ചു എന്നാരോപിച്ചാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. സന്ദേശം പൂർണ്ണമായും ആത്മീയമായിരുന്നുവെന്നും അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കൽദായ പാത്രിയാർക്കേറ്റ് വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു വധഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ കർദിനാൾ സാക്കോ നടത്തിയ പ്രതികരണവും ശ്രദ്ധിക്കപ്പെട്ടു. എന്നെ വിചാരണ ചെയ്യാനും വധിക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ എന്ന് കർദിനാൾ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ പോലും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ഈ സംഭവം ഇറാഖിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലിന്റെ നേർക്കാഴ്ചയാണ്.